വലിയ താരപ്രഭയിൽ നിൽക്കുമ്പോഴും മണ്ണിനോടും സ്വന്തം ഗ്രാമത്തോടും ഏറെ ആത്മബന്ധം പുലർത്തിയ കലാകാരനാണ് ശ്രീനിവാസൻ. തൻ്റെ സ്വന്തം ഗ്രാമമായ കണ്ണൂരിലെ പാട്യത്ത് നാട്ടുകാരുടെ ഒരു വിളിക്കപ്പുറം അദ്ദേഹം ഓടിയെത്തുമായിരുന്നു. ജൈവകൃഷി നടത്തി കർഷകന്റെ റോളിലും മറ്റ് താരങ്ങൾക്ക് വലിയ മാതൃകയായ കലാകാരനാണ് ശ്രീനിവാസൻ. ആരായിരുന്നു ശ്രീനിവാസൻ? ഈ ചോദ്യത്തിന് പലരും പല മറുപടിയാണ് നൽകുക. 200ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച നടൻ, മലയാളിക്ക് കാമ്പുള്ള തിരക്കഥകൾ സമ്മാനിച്ച തിരക്കഥാകൃത്ത്, ഏറ്റവും മികച്ച 2 സിനിമകൾ സൃഷ്ടിച്ച സംവിധായകൻ. എന്നാൽ അതിനപ്പുറത്തും ഒരു മേൽവിലാസം ശ്രീനിവാസനുണ്ട്. തരിശിട്ട പാടത്ത് വിജയകരമായി ജൈവകൃഷി നടത്തിയ കർഷകൻ. വർഷങ്ങൾക്ക് മുൻപ് ഉദയംപേരൂർ കണ്ടനാട്ടേക്ക് താമസം മാറ്റിയ ശ്രീനിവാസൻ ഗ്രാമീണ പശ്ചാത്തലത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അവിടെ കഴിയുക മാത്രമായിരുന്നില്ല ചെയ്തത്. മറിച്ച് തരിശിട്ട പാടത്ത് കൃഷിയിറക്കി. ജൈവകൃഷിയിൽ 100 മേനി കൊയ്തു. കർഷകർക്കും വലിയ പ്രോത്സാഹനമായി വെള്ളിത്തേരയിലെ ഈ വലിയ താരം. ഒരു പറ നെല്ലളന്ന് നൽകിയാണ് കർഷക സമൂഹം ശ്രീനിവാസന്റെ ഈ നന്മയെ ആദരിച്ചത്. മണ്ണിനെ പോലെ തന്നെ ശ്രീനിവാസൻ സ്വന്തം ഗ്രാമത്തെയും ഏറെ സ്നേഹിച്ചിരുന്നു. പാട്യങ്കാർ ഒന്ന് ശ്രീനിയേട്ട എന്ന് വിളിച്ചാൽ അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് ഓടിയെത്തും. ശ്രീനിവാസൻ അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരനായ ഉണ്ണിമാഷിൻ്റെ മോനാണ്. വായനശാലകൾ സജീവമായി പ്രവർത്തിച്ചിരുന്ന പാട്യം ഗ്രാമത്തിൻ്റെ പരിസരങ്ങളാണ് ശ്രീനിവാസനിൽ വായനയും നാടക ആഭിമുഖ്യവും നിറച്ചത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ വിമർശിച്ച് ഗരീബി ഹഠാവോ എന്ന നാടകം എഴുതിയ ശ്രീനിവാസന്റെ തൂലികയിൽ പിന്നീട് പിറന്നത് മലയാളി എക്കാലവും ഓർമ്മിക്കുന്ന ഒരുപാട് നല്ല സിനിമകളാണ്. ശ്രീനിയേട്ട എന്ന് വിളിച്ചാൽ പാട്യങ്കാർക്ക് ഇനി ഓടിയെത്താൻ അവരുടെ പ്രിയപ്പെട്ട നാട്ടുകാരനില്ല. നഷ്ടം സഹിച്ചും ജൈവകൃഷി നടത്തിയവർക്ക് പ്രചോദനമേകാൻ കർഷകരുടെ സ്വന്തം താരവുമില്ല. ശ്രീനിവാസൻ എന്ന ബഹുമുഖ പ്രതിഭയ്ക്ക് ആദരാഞ്ജലി. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.